വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം കർത്താവിന് ഓരോ ദിവസവും ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ലാസ്റ്റ് ഡേ ആണെങ്കിലും കർത്താവിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡേ ആണ്. ഇന്നും കർത്താവ് ചില പുതിയ കാര്യങ്ങൾ തരാൻ പോവുകയാണ്. ആ പ്രവാചകൻ്റെ കയ്യിലേക്ക് ആ കുറച്ച് ഉള്ള ആ അപ്പത്തിൻ്റെ മാവും ആ എണ്ണയും അത് മൾട്ടിപ്ലൈ ചെയ്തതുപോലെ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഏറ്റവും ലാസ്റ്റ് ദിവസം, ഏറ്റവും ലാസ്റ്റ് അവശേഷിക്കുന്ന ചില കാര്യങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അതിനെ കർത്താവ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നു. അതിനെ കർത്താവ് സഫിഷ്യൻ്റ് ആക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവ് യഹോവ ഈരയാണ്. ഇത് ചിലർക്കുള്ള പ്രൊഫറ്റിക് വേർഡാണ്. നിങ്ങളുടെ കയ്യിൽ ചില കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ, കുറച്ച് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. കർത്താവിൻ്റെ കരത്തിലേക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. കർത്താവ് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. ഇന്ന് നമുക്ക് ഒരു സ്പോൺസറുണ്ട്, ഒരു വെൽ വിഷർ ഫ്രം എറണാകുളം. നമുക്ക് ഒരുമിച്ച് ഈ കോ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ആ സിസ്റ്ററിൻ്റെ ഹാർട്ട് വാൽവിൻ്റെ പ്രോബ്ലം സൗഖ്യമാക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള വ്യക്തികൾ കരങ്ങൾ നീട്ടി പ്രാർത്ഥിച്ചാലും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. പരിപൂർണ്ണ ഹീലിംഗ് ആ ഹാർട്ടിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ മൂത്ത മകൻ ജേക്കബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജൂലൈയിൽ നടക്കുന്ന ആ എക്സാമിൽ ഉയർന്ന വിജയം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇവരെ അനുഗ്രഹിക്കണമേ കർത്താവെ. അപ്പോൾ തന്നെ നമുക്ക് വേറൊരു സിസ്റ്ററുണ്ട്, പാലയിൽ നിന്നാണ് ആ സിസ്റ്റർ സ്പോൺസർ ചെയ്യുന്നത്. താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് സിസ്റ്ററും ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആ കുടുംബത്തിലെ ഇളയ മകൻ ജേക്കബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഡിപ്രഷൻ മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കുടുംബത്തിലേക്ക് സാമ്പത്തികമായ നന്മകൾ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടഭാരം മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടഭാരത്തിൻ്റെ മധ്യയിലും ഇവർ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ഇവർ തയ്യാറായി. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒരു അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലുള്ള എല്ലാവരെയും രക്ഷിക്കപ്പെടുവാനും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ രക്ഷയുടെ ആ ഒരു സന്തോഷം, ആ ഒരു ജോയ് എല്ലാവരിലേക്കും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. ദൈവത്തിൻ്റെ പ്രസൻസ് കർത്താവ് രണ്ട് സ്പോൺസേഴ്സിൻ്റെയും ഫാമിലീസിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു ഫോർ സ്പോൺസറിങ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തീർച്ചയായും ഇതുപോലെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്ക് ഇന്ന് ഖത്തറിൽ നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. സോ അതിലേക്ക് ഖത്തറിലുള്ള ദോഹയിലുള്ള വ്യക്തികൾ തീർച്ചയായും ജോയിൻ ചെയ്യുക. നാളെ അനുഗ്രഹിക്കപ്പെട്ട ആരാധന ബ്ലെസ്സിംഗ് ടുഡേ ചർച്ചിൽ നടക്കുകയാണ്. രാവിലെ 7:45 7:45 AM നമുക്ക് 2 സർവീസ് കൊച്ചിയിലുണ്ട്. ഒന്ന് ഹിന്ദിയിലൊരു സർവീസ് ഉണ്ട്, 2 ഇംഗ്ലീഷിലൊരു സർവീസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഇതിലേക്ക് വന്ന് ചേരാം. അപ്പോൾ തന്നെ 9:45 നമ്മുടെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം, മെയിൻലി മലയാളമാണ് മലയാളം സർവീസ് ഉള്ളത്. സോ അതിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പോൾ തന്നെ ആ 9:45 സർവീസ് നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് സെൻറ്റേഴ്സിലും, കേരളത്തിലുള്ള എല്ലാ ബ്ലെസ്സിങ് സെൻറ്റേഴ്സ്, കേരളത്തിന് വെളിയിലും ചില ബ്ലെസ്സിങ് സെൻറ്റേഴ്സ് ഉണ്ട്. ഇതിലൊക്കെ നിങ്ങൾക്ക് വന്ന് ചേരാം. ഇതിൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസൊക്കെ വേണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. വെബ്സൈറ്റിൽ അബൌട്ട് സെക്ഷനിൽ പോയാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആമേൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. നമ്മൾ ഈ ആഴ്ചയിൽ ദൈവകൃപയാൽ കഴിഞ്ഞ 5 ദിവസം, ഇന്ന് 6ാമത്തെ ദിവസമാണ്, ഫിലിപ്പ് ലേഖനം പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആദ്യത്തെ 3 ദിവസങ്ങൾ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഓരോ വചനങ്ങളെടുത്ത് പഠിക്കാൻ നമ്മൾ തുടങ്ങി. അടുത്ത ഇതിലേക്ക് പോവുകയാണ്. പക്ഷേ ഇനിയൊന്നും നമ്മൾ 1-ാം വാക്യം മുതൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അത് ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം, അതിനുശേഷം മലയാളത്തിലേക്ക് പോകാം. Paul and Timothy, servants of Christ Jesus, to all God's holy people in Christ Jesus at Philippi, together with the overseers and deacons. Grace and peace to you from God our Father and the Lord Jesus Christ. I thank my God every time I remember you in all my prayers for all of you. I always pray with joy because of our partnership in the gospel from the first day until now. 5 വചനങ്ങളാണ് നമ്മൾ ഏകദേശം കണ്ടത്. അപ്പം അതിൽ ഏകദേശം നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതിൻ്റെ മലയാളം വായിച്ചില്ലല്ലോ. ക്രിസ്തുയേശുവിൻ്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും, ലോകത്തിലെ ഏറ്റവും വലിയ പദവി.
ഫിലിപ്പിയിൽ ക്രിസ്തുവേശുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടെ എഴുതുന്നത്. അപ്പോൾ 3 കാറ്റഗറി അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. വിശുദ്ധന്മാർ, അധ്യക്ഷന്മാർ, ശുശ്രൂഷകന്മാർ. വിശുദ്ധന്മാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും. ആരാണ് വിശുദ്ധന്മാർ? യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട എല്ലാവരും. സഭയ്ക്കകത്ത് യേശുവിൻ്റെ ചോരയാൽ കഴുകപ്പെട്ട ആരൊക്കെ ഉണ്ടോ അവരെല്ലാം വിശുദ്ധരാണ്. പക്ഷേ അങ്ങനെ തോന്നുന്നില്ലല്ലോ കയ്യിലിരിപ്പ് കണ്ടിട്ട്. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കർത്താവിൽ വിശ്വസിച്ച്, എൻ്റെ അർത്ഥം എന്തും ചെയ്യാം എന്നൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. പൊതുവെ ബൈബിൾ വീക്ഷണത്തിൽ ഒത്തിരി പാപം ചെയ്ത് ജീവിച്ചവരെ കർത്താവ് രക്ഷിച്ചു. അവർ യേശു ചോരയാൽ കഴുകി. ഇനി അവർ പ്രോഗ്രസീവ്ലി അവരുടെ ഹോളിനെസ് വളർന്നുകൊണ്ടിരിക്കും. അത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ജഡ്ജ് ചെയ്യാനൊന്നും പോകണ്ട. നിങ്ങൾ അളക്കുന്ന അളവിലാണ് നിങ്ങൾക്ക് അളന്ന് കിട്ടുമെന്ന് പറഞ്ഞ്. സോ ഡു നോട്ട് ജഡ്ജ്, ഡോണ്ട് പാസ് ജഡ്ജ്മെൻറ്റ്സ്. ഇനി നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിതാവ് വേറെ, കർത്താവായ യേശു വേറെ, പുത്രൻ വേറെ. 2 കൊരിന്ത്യർ 13:14 പരിശുദ്ധാത്മാവും കൂടെ ചേർത്ത് 3 പേര് വന്നിട്ടുണ്ട്. ഒരേ ദൈവം, പക്ഷെ 3 വ്യക്തികൾ ആ ദൈവത്തിനകത്തുണ്ട്. കൃപയും സമാധാനവും പറഞ്ഞു. കൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എന്തെല്ലാം അനുഗ്രഹിക്കാൻ കഴിയും, ദൈവത്തിന് എന്തെല്ലാം വാഗ്ദത്തം ഉണ്ടോ, ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചാൽ അതിൻ്റെ പേരാണ് കൃപ. ആ കൃപയും ആ കൃപയിൽ നിന്ന് ആ കൃപ ലഭിച്ചു കഴിയുമ്പോൾ ഒരാൾക്ക് കിട്ടുന്നതാണ് സമാധാനം. അതിനകത്ത് പാപക്ഷമയുണ്ട്, ദൈവമായിട്ടുള്ള നിരപ്പുണ്ട്. പരിശുദ്ധാത്മാവിൽ നിന്നുള്ളൊരു സമാധാനം അകത്ത് ഉളവാകും. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു. പിന്നെ 4-ാം വചനം മലയാളത്തിൽ കാണുന്ന ആക്ച്വലി കിടക്കുന്ന ഇംഗ്ലീഷിൽ 6-ാം വചനത്തിലാണ്. അതിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കാൻ പോകുന്നത്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. 1-ാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളൊക്കെയും എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കൊണ്ട് അങ്ങനെ നിങ്ങളെല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ. ദീർഘമായ സെൻറ്റൻസാണ്, പക്ഷേ സംഗതി ചെറുതൊന്നുമല്ല ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് കൂടെ ചേർത്ത് വായിക്കാം. 6-ാം വചനമാണ് ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുന്നത്. ബീയിങ് കോൺഫിഡൻറ്റ് ഓഫ് ദിസ്, ദാറ്റ് ഹി ഹു ബിഗാൻ എ ഗുഡ് വർക്ക് ഇൻ യു will carry it on to completion until the day of Christ Jesus. ഈ വചനഭാഗത്ത് നിന്ന് ഒത്തിരി പ്രാവശ്യം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, ശുശ്രൂഷിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, പുസ്തകങ്ങൾക്കകത്ത് എഴുതിയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ദ സ്പിരിറ്റ് ഓഫ് എ ഫിനിഷർ. ഞാൻ പുറത്തെ രാജ്യത്ത് എവിടെയോ ഒരു യൂത്ത് മീറ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങുന്ന സമയത്താണ് ശക്തമായി ഈ ദൂത് എൻ്റെ അകത്ത് വരാൻ തുടങ്ങി. ദ സ്പിരിറ്റ് ഓഫ് എ ഫിനിഷർ, പൂർത്തിയാക്കുന്നവൻ്റെ ആത്മാവ്, അല്ലെങ്കിൽ ദ യൂണിവേഴ്സിറ്റി ഓഫ് പെർസിവിയറൻസ്, സഹിഷ്ണുതയുടെ സർവകലാശാല, പിടിച്ചു നിൽക്കുന്നതിൻ്റെ സർവകലാശാല. സോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വചനപ്രകാരം ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? ഇത്രേ ഉള്ളൂ. ദൈവം ഒരു കാര്യം ആരംഭിച്ചാൽ അത് പൂർത്തിയാക്കും. എല്ലാവരും തന്നെ, ഇത് കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം. പിന്നെ സ്മാർട്ടായിട്ടുള്ള ആളുകൾ മാത്രം, മൂടുണ്ടെങ്കിൽ, മൂടില്ലെങ്കിൽ ചെയ്യേണ്ട, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. എന്താണ് ഇടേണ്ടത്? ദൈവം ഒരു കാര്യം ആരംഭിച്ചാൽ അത് പൂർത്തിയാക്കും. ഇഫ് ഗോഡ് സ്റ്റാർട്ട്സ് ബിഗിൻസ് എ തിങ് ഹി വിൽ ഫിനിഷ് ഇറ്റ്. ദൈവമാണ് ആരംഭിക്കുന്നതെങ്കിൽ അത് പൂർത്തിയാക്കുക. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. അവൻ്റെ പേര് തന്നെ അങ്ങനെയാണ്, ആൽഫയും ഒമേഗയും, ബിഗിനിങ് ആൻഡ് ദി എൻഡ്, ആരംഭവും അവസാനവും, തുടക്കവും ഒടുക്കവും ദൈവമാണ്. അതുകൊണ്ട് ദൈവം ഒരു പ്രോജക്റ്റ് ആരംഭിച്ചാൽ, ദൈവം ഒരു മിനിസ്ട്രി ആരംഭിച്ചാൽ, ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അത് പൂർത്തിയാക്കിയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, the spirit of a finisher is coming from God. പൂർത്തീകരിക്കുന്നവൻ്റെ ആത്മാവ്, അതിൻ്റെ ഉറവിടം ദൈവമാണ്. ഒരുപക്ഷെ ഏറ്റവും ദൈർഘ്യമുള്ള ചരിത്രത്തിൽ മുഴുവൻ കിടക്കുന്ന ഇപ്പം ചില പ്രോജക്റ്റുകൾ, ഒരു കെട്ടിട നിർമ്മാണം, ഒരു ബ്രിഡ്ജ്, ഒരു
മൾട്ടി ലെവൽ സ്ക്രൈസ്ക്രേപ്പറായിട്ടുള്ളൊരു വലിയ ടവർ, ഇതൊക്കെ ബിൽഡ് ചെയ്യാൻ ആ പ്രോജക്റ്റിനൊരു പീരീഡ് കാണും. എന്നാൽ ചില പ്രോജക്റ്റുകൾ ഫിനിഷ് ആവില്ല, ചിലത് ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോകും. ഇങ്ങനെയൊക്കെയുള്ള പലതും ദ ലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് സൗദി അറേബ്യയിലൂടെയൊക്കെ ഒരു വലിയൊരു പ്രോജക്റ്റ് നടക്കുന്നതായിട്ട് ഞാൻ അറിയുന്നു. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് അതിൻ്റെ മോഡ്യൂൾസൊക്കെ ഉപേക്ഷിക്കുന്നതായിട്ടാണ് പറയുന്നത്. കാരണം അത് ഭയങ്കരമാണ്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, അവൻ ആരംഭത്തിൽ നിന്നുകൊണ്ട് തന്നെ അവസാനം കാണുന്നവനാണ്. ഇവിടെ നിന്നുകൊണ്ട് അറ്റം കാണാം, നമുക്ക് കാണാൻ സാധ്യമല്ല. നമുക്ക് ഇവിടെ കുറച്ച് വിസിബിലിറ്റിയേ ഉള്ളൂ. ഗോഡ് ഹാസ് ദ സ്പിരിറ്റ് ഓഫ് എ ഫിനിഷർ. ദൈവത്തോട് ചേർന്ന് നടന്നാൽ നമുക്കത് കിട്ടും. എൻ്റെ ചെറുപ്പകാലത്ത് ടീൻസിലും യൂത്തൊക്കെ ആയിരിക്കുന്ന സമയത്തുള്ള ഏറ്റവും വലിയ ചാലഞ്ച് ഇതാണ്. ഒന്നും അങ്ങോട്ട് ഫിനിഷ് ആകുന്നില്ല. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു കാര്യം ചെയ്യണമെന്ന് തോന്നും, അതിലോട്ട് മാറും. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ, കർത്താവേ എന്തെങ്കിലുമൊക്കെ ഒന്ന് തീർക്കാനുള്ളൊരു കൃപ എനിക്ക് തരണേ. അങ്ങനെ അത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി, പ്രോഗ്രസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഇതിൽ പലതും തുടങ്ങി വെച്ചിട്ട് അവസാനിപ്പിക്കാൻ കഴിയാതെ, ഒരു കോഴ്സാകാം, ഒരു പ്രോജക്റ്റാകാം, ഒരു വീട് പണിയാകാം, എന്തും ആയിക്കോട്ടെ, വിവാഹജീവിതമാകാം, അതിൻ്റെ അവസാനം വരെ കൊണ്ടുപോകാൻ സ്ട്രഗിൾ ചെയ്യുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ കർത്താവെ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. അവർക്ക് ഈ സ്പിരിറ്റ് ഉണ്ടാകട്ടെ. പൂർത്തീകരിക്കുന്ന വ്യക്തിയുടെ ആത്മാവ് എന്നതുപോലെ ദൈവത്തിൽ നിന്നുള്ള ആത്മാവ് അവർക്ക് ലഭിക്കട്ടെ. ആമേൻ. അതിൻ്റെ അർത്ഥം ഗോഡ് വിൽ സ്റ്റിക്ക് ടു ദ കോഴ്സ്. ഒരു കാര്യം തുടങ്ങി വെച്ചാൽ കർത്താവ് അതിനോട് ചേർന്ന് നിൽക്കും. ഞാൻ പറഞ്ഞത് മുഴുമിപ്പിച്ചില്ലെന്ന് തോന്നുന്നു. ദൈവം ആരംഭിച്ച ഏറ്റവും വലിയ പ്രോജക്റ്റാണ് ചരിത്രം മുഴുവൻ നീണ്ടു നടക്കുന്ന മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് എന്നൊരു പ്രോജക്റ്റ്. അപ്പോൾ സൃഷ്ടിപ്പ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും നടക്കുന്നെങ്കിലും 3-ാം അധ്യായത്തിൽ വന്നപ്പോഴാണ് വീഴ്ച ഉണ്ടായതുകൊണ്ട് ഒരു വീണ്ടെടുപ്പിന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കേണ്ടി വന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഏതൊരു മീറ്റിങ്ങിൽ പറയാമായിരുന്നു, ഒരു വീഴ്ചയുണ്ടെങ്കിൽ ഒരു വീണ്ടെടുപ്പുണ്ട്. ഒന്ന് ടൈപ്പ് ചെയ്യാമോ? അത് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതുക, സ്മാർട്ട് ഫോണിൽ ടൈപ്പ് ചെയ്ത് വെക്കുക, ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്ത് വെക്കുക, പാഡിൽ ടൈപ്പ് ചെയ്ത് വെക്കുക. എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത്? ഒരു വീഴ്ചയുണ്ടെങ്കിൽ ഒരു വീണ്ടെടുപ്പുണ്ട്. പറഞ്ഞേ, ഒരു വീഴ്ചയുണ്ടെങ്കിൽ ഒരു വീണ്ടെടുപ്പുണ്ട്. പറഞ്ഞേ, എല്ലാവരും പറ, ഒരു വീഴ്ചയുണ്ടെങ്കിൽ ഒരു വീണ്ടെടുപ്പുണ്ട്. നിങ്ങൾ വീണ് കിടക്കുകയാണോ? വീണ്ടെടുപ്പുണ്ട്. വീണുപോയോ? എഴുന്നേൽക്കും, വീണ്ടെടുപ്പുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3:15 ഒരു വീഴ്ച വീണു. അതിൻ്റെ വീണ്ടെടുപ്പ് പദ്ധതി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. എന്ന് തുടങ്ങിയതാണ്. ഏദൻ തോട്ടത്തിൽ തുടങ്ങിയ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രോജക്റ്റ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഇതിങ്ങനെ പോയി വല്ലാത്ത കാലഘട്ടത്തിലേക്കൊക്കെ ഈ ഭൂമി മാറി യേശു വരുന്നു. യേശുവിനോടൊപ്പം പുനരുദ്ധാനത്തിൽ, 1-ാം പുനരുദ്ധാനത്തിൽപ്പെട്ടവർ ഉയർത്തെഴുന്നേറ്റ് ജീവനോട് ശേഷിക്കുന്നവരൊക്കെ രൂപാന്തരപ്പെട്ടു പോകുന്നു. അതിനെല്ലാം ശേഷം ഒരു 1000 ആണ്ട് വാഴ്ച. 1000 ആണ്ട് വാഴ്ചയ്ക്കും ശേഷമാണ്, അവസാനമാണ് പുതിയ ആകാശം പുതിയ ഭൂമിയും കണ്ടിട്ട് നമ്മുടെ ദൈവത്തോടു കൂടിയുള്ള നമ്മുടെ അക്കോമഡേഷൻ ആരംഭിക്കുന്നത്. ഏറ്റവും ആദ്യം ദൈവവും മനുഷ്യനും തമ്മിൽ ഒരുമിച്ച് പാർത്തു ഏദൻ തോട്ടത്തിൽ. ഇനി അതുപോലെ പാർക്കുന്നൊരവസരം ശരിയായ രീതിയിൽ വെളിപ്പെടാൻ പോകുന്നത്, അവിടെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞൊരു പെങ്കൊച്ചുകൂടി വന്നു, ആദം ഹവ്വയും മാത്രമാണ്. പക്ഷേ അവസാനം വരാൻ നേരത്ത് എണ്ണിക്കൂടാനാവാത്തൊരു പുരുഷാരത്തോടൊപ്പം ദൈവം അവിടെ വസിക്കും. അപ്പോൾ പക്ഷേ അത് എത്ര നൂറ്റാണ്ടുകൾ, യുഗങ്ങൾ എടുക്കുന്നൊരു പ്രോജക്റ്റാണ്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ ഒരു കത്തീഡ്രൽ പണിയുന്നതിനെ കുറിച്ച്, ഈ യൂറോപ്പിൽ ഒരു കാലഘട്ടത്തിൽ വളരെ ജൈജാൻറ്റിക് ആയിട്ടുള്ള ആർക്കിടെക്ചറൽ മാർവൽ എന്ന് പറയാവുന്ന രീതിയിലുള്ള കത്തീഡ്രലുകൾ പണിയപ്പെട്ടൊരു കാലഘട്ടമുണ്ട്. അതിൽ മിക്കവാറും കത്തീഡ്രലുകൾ ഇന്നുമുണ്ട്. ഇന്നും അത് നശിച്ചിട്ടില്ല. ഒരു ചെറിയ റെനോവേഷനൊക്കെ നടത്തി എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായിട്ട് നിൽക്കുക. അങ്ങനെ ഈ കാത്തീഡ്രലുകൾ യൂറോപ്പിലൊക്കെ പണിയുന്ന സമയത്ത് അത് പണിയുന്ന പലർക്കും അറിയാം, ഇതിൻ്റെ കംപ്ലീഷൻ കാണാൻ ഉണ്ടാവില്ല. കാരണം പല പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന വലിയ പ്രോജക്റ്റുകളാണ് ഇവർ ചെയ്യുന്നത്. അതിൽ ജോലി എടുക്കുന്ന പലർക്കും അറിയാം, ഇത് കാണാൻ, ഇതിൻ്റെ ഉദ്ഘാടനം കാണാൻ, ആദ്യത്തെ പ്രതിഷ്ഠാകർമ്മം കാണാൻ ഞാനുണ്ടാവില്ല. അപ്പം അങ്ങനെ പണിയുന്ന സമയത്താണെന്ന് പറയുന്നത്, ഒരാളിങ്ങനെ ഒരു മതിൽ പണിതുകൊണ്ടിരിക്കുക. അയാളോട് ചോദിച്ചു, എന്താണ് മതിൽ പണിയാണ്? നോ 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 നോ, ഐ എം നോട്ട് ബിൽഡിങ് എ വാൾ, ഐ എം ബിൽഡിങ് എ കാത്തീഡ്രൽ.
സാധാരണ നമ്മളൊരു മേസനോട് ചോദിക്കണം എന്ത് ചെയ്യുക, മതിൽ പണിയുന്നു, അങ്ങനെയല്ല. അയാൾക്കൊന്നും അറിയില്ല, എൻ്റെ പൂർത്തിയാകുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു ഒന്നും അറിയില്ല. പക്ഷേ അയാൾക്ക് ഒരു കാര്യം അറിയാം, ബിഗ് പിക്ചർ അയാൾക്ക് തലയിലുള്ളതുകൊണ്ട് പറയുകയാണ്. നോർമൽ മേസൻസ് അറിയില്ലെങ്കിലും ഇദ്ദേഹത്തിന് കാഴ്ചപ്പാടുണ്ട്. ഞാനൊരു കത്തീഡ്രലാണ് പണിയുന്നത്. അങ്ങനെ പല പതിറ്റാണ്ടുകളെടുത്തായിരിക്കും ഇത് പൂർത്തിയാക്കുന്നത്. സോ ആദ്യകാലത്ത് പണിത പല തൊഴിലാളികളും വർക്കേഴ്സും ഇതിൻ്റെ കംപ്ലീഷൻ കാണാനില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗോഡ് ഈസ് ദ മാസ്റ്റർ ബിൽഡർ. മുഖ്യശില്പി കർത്താവല്ലേ. അപ്പം നമുക്കൊരു പാർട്ട് പറഞ്ഞു, ആ പാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ ഒരു ജീവിതം പണിതുകൊണ്ടിരിക്കുക. അപ്പോൾ ഫുള്ളായിട്ടുള്ള വ്യൂ നമുക്കില്ലെങ്കിൽ പോലും കർത്താവിനുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ചില സമയത്ത് വളരെ മെല്ലെ പോക്ക് പോലെ നമുക്ക് തോന്നും, പ്രോഗ്രസ് ചെയ്യുന്നില്ല, ലൈഫിലും പ്രോഗ്രസ് ഇല്ല, ഒന്നുമില്ലാത്ത പോലെ തോന്നും. അപ്പോഴും മൊത്തത്തിൽ വർക്ക് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളതിൻ്റെ ഒരു ചെറിയ പാർട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് 7-ാം വചനം നമുക്കൊന്ന് വായിക്കാം. എനിക്കൊന്ന് മലയാളത്തിൽ ഇംഗ്ലീഷിലും വ്യത്യാസമുണ്ടോ എന്നറിയില്ല. ഇറ്റ് ഈസ് റൈറ്റ് ഫോർ മീ ടു ഫീൽ ദിസ് വേ അബൌട്ട് ഓൾ ഓഫ് യു സിൻസ് I have you in my heart, for whether I am in chains or defending and confirming the gospel, all of you share in God's grace with me. 7-ാം വചനം മലയാളത്തിൽ ഇങ്ങനെയാണ്: കൃപയിൽ എനിക്ക് കൂട്ടാളികളെ നിങ്ങളൊക്കെ എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കൊണ്ട് അങ്ങനെ നിങ്ങളെല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഈ ലേഖനങ്ങൾ ഇപ്പോൾ റോമർക്ക് ലേഖനങ്ങൾ എഴുതി, കൊരിന്ത്യർ ലേഖനം 2 പ്രാവശ്യം എഴുതി, എഫേസർക്ക് ലേഖനം എഴുതി, ഫിലിപ്പർക്ക് ലേഖനം എഴുതി, കൊലോസ്യർക്ക് ലേഖനം എഴുതി, തെസ്സലോനിക്കക്കാർക്ക് വേണ്ടി ലേഖനം എഴുതി. ഇതിലെല്ലാം എഴുതുമ്പോൾ പലപ്പോഴും ചിലതിലൊക്കെ ഷാർപ്പ് അഡ്മോണിഷൻസ് ഒക്കെ അദ്ദേഹം എഴുതുന്നുണ്ട്. വളരെ ഷാർപ്പായിട്ട് എഴുതുന്നത്. പ്രത്യേകിച്ച് ഗലാത്യ ലേഖനം അറിയാമല്ലോ, ഞാൻ പറഞ്ഞു. ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചു പോയവരെ ശക്തമായ അദ്ദേഹം വചനം കൊണ്ട് തല്ലുവാണ്. അപ്പോൾ എന്നാൽ ഈ ഫിലിപ്പ് ലേഖനത്തിൻ്റെ പ്രത്യേകത ഞാൻ ഇടയ്ക്ക് വെച്ച് ഹിൻഡ് ചെയ്തിരുന്നു. ഇതിലാരെയും അങ്ങനെ വഴക്ക് പറയുന്നൊന്നുമില്ല. ഈസ് എ ലെറ്റർ ഓഫ് ജോയ്. അതിൻ്റെ മെയിൻ കാരണം ഇപ്പോൾ വായിച്ചതാണ്. എൻ്റെ സുവിശേഷ ഘോഷണത്തിൻ്റെ 1-ാം നാൾ മുതൽ എന്ന് വെച്ചാൽ ഞാൻ യൂറോപ്പിൽ ലാൻഡ് ചെയ്തു. യൂറോപ്പിൽ ലാൻഡ് ചെയ്ത് അവിടെ മുതൽ ഇതുവരെ ഏകദേശം 12ഓളം വർഷങ്ങൾ ഫിലിപ്പിയരെ അന്ന് നമ്മൾ കണ്ടു, അന്ന് പരിചയപ്പെട്ട ആ കാലം തുടങ്ങി ഇതുവരെ ഇവിടെ പറയുന്നതനുസരിച്ച് ഈ സുവിശേഷ ഘോഷണത്തെ നിങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട്, എന്നോട് ഒരു ഫെലോഷിപ്പ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പുണ്ട് സുവിശേഷ ഘോഷണത്തിൽ. അത് അവിടെ പറയുന്നത് ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാമോ? 7-ാമത്തെ വചനം: കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെ. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഇൻ ഗ്രേസ് ആണ് അവിടെ വരുന്നത്. നിങ്ങളൊക്കെയും എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും. ചില സമയത്ത് അദ്ദേഹം ബന്ധനങ്ങളില്ലാതെ ചങ്ങല കിടക്കുക. അപ്പോൾ ബന്ധനങ്ങളിലും സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്ന എനിക്ക് ന്യായമല്ലോ. ചുരുക്കി പറഞ്ഞ ഇത്രയുള്ള ഫിലിപ്പരെ എനിക്ക് നിങ്ങളെ മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ അവിടെ യൂറോപ്പിൽ ഇറങ്ങി, ലുദിയയുടെ അവിടെ വന്ന് അവൾ രക്ഷിക്കപ്പെട്ടു, അവിടെ വീട്ടുസഭയുണ്ടായി. അതിനുശേഷം പിന്നീട് ജയിലിൽ സ്നാനം നടന്നു. കാരാഗൃഹ പ്രമാണിയും ജയിലറും കുടുംബവും സ്നാനമേറ്റു. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 31 എത്തിയപ്പോൾ കർത്താവ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ഇയാൾ ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? രക്ഷിക്കപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം? ഇതേ ചോദ്യമാണ് പത്രോസിൻ്റെ കന്നി പ്രസംഗത്തിൽ ഈ ആളുകൾ ചോദിച്ചത്. സഹോദരന്മാരെ, പുരുഷന്മാരെ, രക്ഷിക്കപ്പെടാൻ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? കാരണം അതുപോലെ കൺവിക്ഷൻ ഉണ്ടായി. അകത്ത് വചനത്തിൻ്റെ വെട്ടേറ്റ് മുറിഞ്ഞിരിക്കുക. അപ്പോഴാണ് പത്രോസ് അവിടെ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ മാനസാന്തരപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ മാനസാന്തരപ്പെട്ടോളൂ. ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. ഓൾറൈറ്റ്, അങ്ങനെയാണ് 3000 പേരങ്ങ് സ്നാനപ്പെട്ടത്. വാവ്, ആദ്യത്തെ കൊയ്ത്ത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കൊയ്ത്തൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇനി കേട്ടോ, അപ്പം അന്ന് ഈ
അതിനുശേഷം ഈ കാരാഗ്രഹ പ്രമാണി രക്ഷിക്കപ്പെട്ടു. പിന്നെ സഭ വലുതാകുകയാണ്. അവിടെ ഉണ്ടായ സമയത്തൊക്കെ പലരും രക്ഷിക്കപ്പെട്ടു. പല പല സ്ഥലങ്ങളിൽ വിശ്വാസികളായി, സഭകൾക്ക് മൂപ്പന്മാരായി, അല്ലേ, അധ്യക്ഷന്മാരായി, എൽഡേഴ്സായി, ഡീക്കൺസായി ഒക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫിലിപ്പ്യ സഭയ്ക്ക് മാത്രമുള്ളൊരു പ്രത്യേകത, എന്തോ ഈ അപ്പസ്തോലനെ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യണമെന്ന് ഭയങ്കരമായി ആകക്കാമ്പിലൊരു ആഗ്രഹം അവർക്ക് വന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഡേ 1 മുതൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ എവിടെ മിഷണറി യാത്രയ്ക്ക് പോയാലും, ചങ്ങലയിൽ കിടക്കുവാണേലും സ്വതന്ത്രമായി നടക്കുവാണേലും, നിങ്ങളെപ്പോഴും എനിക്ക് വേണ്ടി കരുതുകയും മിഷൻസിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എൻ്റെ മിഷൻസിന് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് പല മിഷൻ ട്രിപ്പുകളുണ്ടായി. നമുക്ക് കൽക്കട്ടയിലേക്കുണ്ടായി, യുഗാണ്ടയിലേക്കുണ്ടായി, ഇന്തോനേഷ്യയിലേക്കുണ്ടായി. ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ആ സമയത്തൊക്കെ ഒത്തിരി പേര് ഒരുമിച്ച് നിന്നത് കൊണ്ടല്ലേ ഇതെല്ലാം ചെയ്തെടുക്കാൻ നമുക്ക് സാധിച്ചത്. നിത്യതയിൽ അവരെല്ലാം അങ്ങനെ രക്ഷിക്കപ്പെടുന്നവരൊക്കെ കാണുമ്പോൾ ഈ പാർട്ട്ണർഷിപ്പിൽ വന്ന, മിഷൻ പാർട്ട്ണർഷിപ്പിൽ വന്ന എല്ലാവർക്കും അതിൻ്റെ ഷെയറില്ലേ? ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇതെല്ലാം പറയുന്നത്. ഇനി അപ്പം എൻ്റെ ഇംഗ്ലീഷിൽ, it is right for me to feel this way about all of you, since I have you in my heart, for whether I am in chains or defending and confirming the gospel, all of you share in God's grace with me. എന്നോടൊപ്പമുള്ള ദൈവകൃപയെ നമ്മളെല്ലാവരും കൂടിയാണ് ഷെയർ ചെയ്തെടുക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഷെയറിങ്, പാർട്ട്ണർഷിപ്പ്, ജോയ്, റിജോയ്സ്, ഇങ്ങനെയുള്ള പദങ്ങളാണ് ഇതിൻ്റെ കീവേഡ്സ് എന്ന് പറയുന്നത് ഈ കത്തിൻ്റെ, എപ്പിസോഡിൻ്റെ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഐ ഹാവ് യു ഇൻ മൈ ഹാർട്ട്, എൻ്റെ ഹൃദയത്തിൽ നിങ്ങളുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഹൃദയം സാധാരണ ഹൃദയമല്ല. ഇറ്റ് വാസ് എൻ അപ്പസ്റ്റോളിക് ഹാർട്ട്, എ ഫാദേഴ്സ് ഹാർട്ട്, എ മദേഴ്സ് ഹാർട്ട്, എ ലവിങ് ഹാർട്ട്, എ കെയറിങ് ഹാർട്ട്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അങ്ങനെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പൗലോസിന് ഫിലിപ്പിയിലുള്ള സഭയിലുള്ള വിശ്വാസികൾ ഭയങ്കര സ്നേഹമാണ്. ബിക്കോസ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ്. വേറെ സഭകൾ അത് കാണിക്കുന്നില്ല. മാസിഡോണിയയിലെ ചർച്ചസ് ഭയങ്കര ദാരിദ്ര്യത്തിലിരിക്കുന്ന സമയത്ത് അവിടെ വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ഒരു ധർമ്മശേഖരം അത് അവർ കളക്ഷൻ നടത്തും. അത് പൗലോസിന് വേണ്ടിയിട്ടല്ല. അതിൽ അവർ മുന്നിട്ടിറങ്ങിയ ഒരു കാര്യമാണ്. അതല്ല പറഞ്ഞത്. മിഷൻ ട്രിപ്പിന് വേണ്ടി പൗലോസിനെ സഹായിച്ച പ്രധാനമായ ഒറ്റ സഭയേ ഉള്ളൂ. ഇത്രയും സഭകൾ അദ്ദേഹം സ്ഥാപിച്ചിട്ട് ആരും സപ്പോർട്ട് ചെയ്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ മാത്രമല്ല, എപ്പഫ്രോദിത്തോസിനെ പറഞ്ഞു വിട്ട് ക്ഷേമം അന്വേഷിക്കുക, ഇവിടുത്തെ വിശേഷങ്ങൾ അങ്ങോട്ട് പറയുക, പ്രാർത്ഥന വിഷയങ്ങൾ പറയുക, ആവശ്യങ്ങൾ പറയുക, ഭയങ്കരമായൊരു ബന്ധം എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ വില്യം കേരിയുടെ ഈ കൽക്കട്ടയിൽ കഴിഞ്ഞ പ്രാവശ്യം ആയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അദ്ദേഹത്തെ അടക്കിയ സെമിത്തേരി, അദ്ദേഹത്തിൻ്റെ ഓരോ ഭാര്യമാരും മരിച്ചു. അങ്ങനെ 3 ഭാര്യമാർ അടക്കിയിരിക്കുന്ന സെമിത്തേരിയിലൊക്കെ പോയി. ഇപ്പം എല്ലാം പൊല്ലുപിടിച്ച് വല്ലാതെ കിടക്കും. അദ്ദേഹം സ്ഥാപിച്ച ശ്രാംപൂർ കോളേജിലും യൂണിവേഴ്സിറ്റിയിലും പോയി ഇതൊക്കെ കണ്ടു. അപ്പം അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന സമയത്ത്, ഇന്ത്യയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തോടൊപ്പം മറ്റൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആൻഡ്രി ഫ്യുള്ളർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആൻഡ്രി ഫ്യുള്ളർ. അദ്ദേഹം പറഞ്ഞൊരു കമൻ്റ് ഇതാണ്, ഐ വിൽ ഹോൾഡ് ദ റോപ്പ് വൈൽ യു ഡിസെൻഡ്. നീ ഇറങ്ങുന്ന സമയത്ത് ഞാൻ കയറ് പിടിച്ചു തന്നോളാം എന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോൾ ഒരു മുകളിൽ നിന്ന് ഇറങ്ങുവാണ്, അല്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റിലാക്കി ഇറക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് ഒരാൾ കയറ് പിടിച്ച് കൊടുക്കണ്ടേ, അല്ലെങ്കിൽ താഴേക്കെല്ലാം കൂടി പോകും. അപ്പോൾ വില്യം കേരിയോട് പറയുകയാണ്, നീ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ, ഞാൻ കയറ് പിടിച്ചോളാം. പറഞ്ഞതിൻ്റെ അർത്ഥം, ഐ വിൽ സപ്പോർട്ട് യു ഫ്രം ബിഹൈൻഡ്. എന്തുണ്ടെങ്കിലും പുറകിൽ നിന്നുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്തോളാം. അപ്പോൾ അദ്ദേഹം ചെയ്ത പരിപാടി, വില്യം കേരി ഇവിടെ ഇന്ത്യയിൽ ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം US ഒക്കെ പോയി ഫണ്ട് റേസിങ് തുടങ്ങി. ഇന്ത്യൻ മിഷൻസിന് വേണ്ടിയുള്ള ഫണ്ട് അദ്ദേഹം ശേഖരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ യൂണിവേഴ്സിറ്റി സാധനങ്ങളൊക്കെ പണിതത്. അപ്പോൾ അവസാനം അദ്ദേഹം ഒരു വലിയ വിജയത്തിലേക്ക് വന്ന സമയത്ത്, വില്യം കേരി വലിയ പ്രസിദ്ധനായി, അവിടെ ബൈബിൾ കോളേജും അതുപോലെ യൂണിവേഴ്സിറ്റി എല്ലാം സ്ഥാപിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ വിജയരഹസ്യം ആൻഡ്രി ഫ്യുള്ളറാണ്. കാരണം അദ്ദേഹം ഒരു പാർട്ട്ണർഷിപ്പിൽ നിന്ന്
സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ്, ഫണ്ട് റേസിങ്ങിനൊക്കെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ്, റിസോഴ്സസ് കൊണ്ടുവന്നത് കൊണ്ടാണ് എനിക്ക് സക്സസ്ഫുൾ ആകാൻ കഴിഞ്ഞത്. ഇതേ ഒരു കാര്യമാണ് വാസ്തവത്തിൽ പൗലോസ് ഇവിടെ പറയുന്നത്. കാരണം സുവിശേഷം ഒത്തിരി സ്ഥലങ്ങളിൽ എത്താൻ തുടങ്ങി. ഇടയ്ക്ക് ജയിലിൽ കിടന്നെന്ന് പറഞ്ഞാലും കിട്ടുമ്പോൾ ഓടുകയാണ്. പിന്നെ കപ്പലിൽ ടിക്കറ്റ് എടുക്കണ്ടേ, പോകുന്ന വഴിക്കെല്ലാം ടീമിൻ്റെ കാര്യങ്ങൾ നടക്കണ്ടേ. പൗലോസ് എല്ലായ്പ്പോഴും കൂടാരപ്പണി ചെയ്തിട്ടില്ല. ഒരു കാലഘട്ടത്തിൽ, ഒരു ചെറിയ കാലഘട്ടത്തിൽ മാത്രമാണ് ആദ്യമായി ഒരു സഭ സ്ഥാപിക്കുന്ന സമയത്ത് വേറെ ആരും സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണെങ്കിൽ കൊരിന്തിലൊക്കെയാണ് അദ്ദേഹം കൂടാരപ്പണി ചെയ്തത്. അല്ലാതെ എല്ലായ്പ്പോഴും കൂടാരപ്പണി ജീവിതകാലം മുഴുവൻ അദ്ദേഹം ചെയ്തിട്ടില്ല. ഒരു ചെറിയ ഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ. അല്ലാത്ത സമയത്ത് അദ്ദേഹം ഫുൾ ടൈം ദൈവവേല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് അദ്ദേഹം സർവൈവ് ചെയ്തത് എങ്ങനെയാണ്? ഫിലിപ്പിയ സഭയുടെ സപ്പോർട്ട് കൊണ്ടാണ്. ഈ ഒരു വലിയ അറ്റാച്ച്മെൻ്റ് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇതെഴുതുന്ന സമയത്ത് ഭയങ്കര സന്തോഷിച്ച് അവരെ എൻകറേജ് ചെയ്ത്, നിങ്ങൾ ക്രിസ്തുവിൽ നല്ല പക്വതയുള്ളവരായി വളരണം. ഫിലിപ്പിയ സഭയിലുള്ള എല്ലാവരെയും ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്താണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് 8-ാമത്തെ വചനത്തിൽ, ഗോഡ് ക്യാൻ ടെസ്റ്റിഫൈ ഹൗ ഐ ലോങ് ഫോർ ഓൾ ഓഫ് യു വിത്ത് ദ എഫെക്ഷൻ ഓഫ് ക്രൈസ്റ്റ് ജീസസ്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി എത്രത്തോളം എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹിച്ചിരിക്കുന്നു. ഇത് അവരുമായി ഉണ്ടായിരുന്നൊരു ഉറ്റബന്ധത്തിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം ഞാൻ എന്തൊക്കെയാണ് ഇന്ന് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? ഈ ഒരു പാർട്ട്ണർഷിപ്പിലൂടെ നടക്കുന്ന, നമ്മൾ ദൈവമായിട്ട് പാർട്ട്ണർ ചെയ്യുന്നു അല്ലേ, അതുപോലെ ജനങ്ങളും ശുശ്രൂഷകരും തമ്മിൽ പാർട്ട്ണർ ചെയ്യുന്നു. ഈ പാർട്ട്ണർഷിപ്പ് പരിപാടിയാണ് 1-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും മുന്തി നിൽക്കുന്നത്. അപ്പം ഞാൻ ബൈ ദ വേ ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മളും ദൈവത്തിൻ്റെ പങ്കാളികളാണ്. കർത്താവ് ഈ ദിവസങ്ങളിൽ നിങ്ങളെ അതുപോലെ വിടുവിക്കുക, അനുഗ്രഹിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ TB, ട്യൂബർക്കുലോസിസ്, ക്ഷയരോഗം ബാധിച്ച ആരെയോ കർത്താവ് സൗഖ്യമാക്കുന്ന, അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളോ നിങ്ങളുടെ അറിവിലൊക്കെ ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അവരിപ്പോൾ സൗഖ്യമാകട്ടെ. കൈ ഇങ്ങനെ ഉയർത്താൻ ഇവിടെ സ്റ്റിഫ് ഷോൾഡേഴ്സ് ഉള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ തന്നെ ടെന്നീസ് എൽബോ എന്നറിയപ്പെടുന്ന രോഗം ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഈ എന്ത് കഴിച്ചാലും വല്ലാത്ത രീതിയിൽ ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. കൈ ഇങ്ങനെ നീട്ടിപ്പിടിക്കാമോ? കർത്താവെ, ഏത് പ്രയാസത്തിൽ, ഏത് പ്രശ്നത്തിലിരിക്കുന്നവരെ ഇപ്പോൾ അങ്ങ് സൗഖ്യമാക്കണമേ, വിടുവിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലസ് യു. നമുക്കിങ്ങനെ പോകാം. അടുത്ത മൺഡേ മുതൽ നമ്മൾ ഫിലിപ്പ് ലേഖനം ഇത് തീരുന്നവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ, വളരെ സ്പീഡിൽ ചിലപ്പോൾ പോകണമെന്നില്ല, പോകണമെങ്കിൽ പോകാം. പക്ഷെ അതിനേക്കാൾ ഇതിൽ നിന്ന് നന്നായി അതിൻ്റെ ജ്യൂസ് എടുത്ത്, നറിഷ്മെൻ്റ് എടുത്ത് പോകുന്നതല്ലേ നല്ലത്. ഓക്കെ, എല്ലാവരും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. റിവൈസ് ചെയ്യുക, ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക, ലിങ്കുകൾ അയച്ചു കൊടുക്കുക. ഗോഡ് ബ്ലസ് യു ഓൾ. ബൈ.